അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, വാർഷിക പരീക്ഷ, കൊല്ല പരീക്ഷ വരാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പഠനം തുടങ്ങിയിട്ടുണ്ടാകും. എല്ലാവരും ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക, എന്നാലേ നമുക്ക് പരീക്ഷ ആകുമ്പോഴേക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുള്ളൂ. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങണ്ടേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ 3-ാം ക്ലാസ്സിൽ 9ാമത്തെ പാഠമാണ് ഇന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് പാഠത്തിൻ്റെ പേര്? അന്തി സ്വദീഖത്തി. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് നമ്മൾ മലയാളത്തിൽ നീ എന്ന് പറയും അല്ലേ? നീ എവിടേക്കാ പോകുന്നത്, നീ എന്നാ വരിക, ഇങ്ങനെ നീ എന്ന് പറയും. അത് ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും മലയാളത്തിൽ നമ്മൾ നീ എന്ന് തന്നെ പറയാം. ഒരു ആൺകുട്ടിയോട് പറയുമ്പോൾ നീ എന്ന് പറയും, പെൺകുട്ടിനോട് പറയുമ്പോൾ നീ എന്ന് പറയും. വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്നാൽ അറബി ഭാഷയിൽ ആണിനോട് പറയുന്നതും പെണ്ണിനോട് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പം 4 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഒരു ആണിനോട് എങ്ങനെയാണ് നീ എന്ന് പറയാം, ഒരു പെണ്ണിനോട് എങ്ങനെയാണ് അറബിയിൽ നീ എന്ന് പറയാം. പിന്നെ കുറേ ആണുങ്ങളുണ്ട്, അവരോട് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ എന്ന് അറബിയിൽ പറയാം. അറബിയിൽ കുറേ ആണുങ്ങളുള്ളവരോട് നിങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം അല്ലേ? നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? ആണുങ്ങളോട് നിങ്ങൾ. കുറേ പെണ്ണുങ്ങളുണ്ട്, അവരോട് നമ്മൾ എങ്ങനെ പറയാം? നിങ്ങൾ. അപ്പോൾ വ്യത്യാസം ഉണ്ടോ? ഇല്ല. പക്ഷേ അറബി വ്യത്യാസമുണ്ട്. കുറേ ആണുങ്ങളോട് നിങ്ങൾ എന്ന് അറബിയിൽ എങ്ങനെ പറയും, അതുപോലെ കുറേ പെണ്ണുങ്ങളുള്ളടത്ത് അറബിയിൽ എങ്ങനെ നിങ്ങൾ എന്ന് പറയും. ആ 4 ഈ പാഠത്ത് പഠിച്ചാൽ ഈ പാഠം ഫുൾ നിങ്ങൾക്ക് പഠിഞ്ഞു കഴിഞ്ഞു. നോക്കിക്കോ, ഇവിടെ കണ്ട അന്ത, ഇത് ഒരാളാണ്. അത് അയാൾ ആണാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അന്ത എന്ന് പറയാം. പെണ്ണാണെങ്കിൽ അന്തി. കുറേ ആണുങ്ങളുണ്ടെങ്കിൽ അന്തും, കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അന്തുന്ന. അപ്പോൾ ഒരാൾ ആണാണെങ്കിൽ അന്ത, ഒരാൾ പെണ്ണാണെങ്കിൽ അന്തി, കുറേ ആൾ ആണാണെങ്കിൽ അന്തും, കുറേ ആൾ പെണ്ണാണെങ്കിൽ അന്തുന്ന. ഈ മുദ്രാവാക്യം, ഈ പാട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ഒരാൾ ആണാണെങ്കിൽ അന്ത, ഒരാൾ പെണ്ണാണെങ്കിൽ അന്തി, ഒരാൾ കുറേ ആൾ ആണാണെങ്കിൽ അന്തും, കുറേ ആൾ പെണ്ണാണെങ്കിൽ അന്തുന്ന. ഇനി നമുക്ക് അർത്ഥം നോക്കാം. അന്തി സ്വദീഖത്തി. അന്തി നമ്മൾ പഠിച്ചു എന്താണ്? ഒരാൾ പെണ്ണാണെങ്കിൽ അന്തി. ഇത് പെണ്ണാണ്, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നീ എൻ്റെ കൂട്ടുകാരിയാണ് എന്നാ ഇതിൻ്റെ അർത്ഥം. അന്തി സ്വദീഖത്തി, നീ എൻ്റെ കൂട്ടുകാരിയാണ്. യാ വലതു, ഒരാൺകുട്ടി, ഓ ആൺകുട്ടി, അന്ത നീ ദാരിസുൻ, വിദ്യാർത്ഥിയാണ്. അപ്പൊ ആൺകുട്ടിയെ വിളിച്ച് പറയാണ്, ആൺകുട്ടി നീ വിദ്യാർത്ഥിയാണ്. അപ്പൊ കുറേ ആൺകുട്ടികളുണ്ട്. യാ ഔലാദു, ആൺകുട്ടികളെ, അന്തും ദാരിസൂന, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. യാ റജുലു, ഓ പുരുഷനെ, അന്ത സ്വാദിക്കുൻ, നീ സത്യസന്ധനാണ്. അപ്പൊ അതിന്റെ പ്ലൂറൽ എങ്ങനെ? അതിൻ്റെ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ഓ പുരുഷന്മാരെ, യാ റിജാലുൻ, ഓ പുരുഷന്മാരെ, അന്തും സ്വാദിഖൂന, നിങ്ങൾ സത്യം പറയുന്നവരാണ്. അപ്പൊ ഇവിടെ അന്തായിരുന്നു, ഇവിടെ അന്തും എന്നായി. എന്താ കാരണം? ഇവിടെ ഒരാളാണ്, ഇവിടെ കുറേ ആളുകളുണ്ട്. ഇനി യാ റബ്ബി, എൻ്റെ റബ്ബേ, അന്ത നീ ഖാലിഖുന, ഞങ്ങളെ പടച്ചവനാണ്. യാ മുസ്ലിമൂൻ, ഓ മുസ്ലിമീങ്ങളെ, അന്തും നിങ്ങളാകുന്നത് ഇഖ്വാനുൻ, സഹോദരന്മാരാകുന്നു. അപ്പൊ മുസ്ലിമീങ്ങൾ കുറെ ആളുകളുണ്ട്, അപ്പൊ അന്തും എന്ന് പറഞ്ഞു. യാ ബിന്തു, മോളെ, അന്തി നീ ദാരിസത്തുൻ, വിദ്യാർത്ഥിനിയാണ്. യാ ബനാത്ത്, ഓ പെൺകുട്ടികളെ, അന്തുന്ന നിങ്ങൾ ദാരിസാത്തുൻ, ഒരുപാട് വിദ്യാർത്ഥിനികളാണ്. യാ ഉഖ്തി, എൻ്റെ സഹോദരി, അന്തി നീ സ്വദീഖത്തുൻ, സഹോദരി, സത്യം പറയുന്നവരാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയാണ് എന്നൊക്കെ അർത്ഥം പറയും. അന്തി സ്വദീഖത്തുൻ, നീ കൂട്ടുകാരിയാണ്. യാ അഖവാത്തി, യാ അഖവാത്തി, എൻ്റെ സഹോദരിമാരെ, അന്തുന്ന സ്വദീഖാത്തുൻ, നിങ്ങൾ കൂട്ടുകാരികളാണ്. യാ ഉമ്മീ, എൻ്റെ ഉമ്മ, അന്തി നിങ്ങൾ ആലിമത്തുൻ, വിവരമുള്ളവളാണ്, പണ്ഡിതയാണ്. യാ മുസ്ലിമാത്തു, ഓ മുസ്ലിം സ്ത്രീകളെ, അന്തുന്ന നിങ്ങൾ അഹവാത്തുൻ, സഹോദരിമാരാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് എങ്ങനെ വരിക നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ അന്ത, അന്തി, പിന്നെ അന്തും, അന്തുന്ന ഇത് പൂരിപ്പിക്കാനുണ്ടാവുക.
ഈ റെഡ് കളറിലുള്ളത് എന്താകും, ബ്ലാങ്ക് ആക്കിയിട്ട് തരും, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആക്കിയിട്ട് തരും. എന്നിട്ട് ബ്രാക്കറ്റിൽ അന്ത, അന്തുന്ന, അന്തും എന്നൊക്കെ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ മാച്ച് ചെയ്യണം, ഏതാണ് യോജിച്ചത് കൊടുക്കണം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മീനിങ് പഠിക്കുക. വലത് പറഞ്ഞ ആൺകുട്ടിയാണ്, അപ്പോൾ ഒരാളാണെങ്കിൽ അന്തയാണ് നമ്മൾ പഠിച്ചു. ഒരാൾ ആണാണെങ്കിൽ അന്ത, അപ്പൊ വലത് ആൺകുട്ടി, ഒരാൾ ആൺകുട്ടിയാണല്ലോ, അപ്പൊ അന്ത. കുറെ ആൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ അന്തും, അല്ലെങ്കിൽ കുറെ ആണുങ്ങൾ ഉണ്ടാവുമ്പോൾ അന്തും, അപ്പൊ ഇവിടെ അന്തും എന്നാ കൊടുക്കണ്ടത്. ഇനി ഇതിന് വേറെ ട്രിക്ക് ഉണ്ട്. അതെന്താണ്, ഇവിടെ അന്തി എന്ന് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ എന്തുണ്ടാവും, അവസാനം താ ഉണ്ടാവും. ഇതാ കണ്ടോ, അന്തി കൊടുക്കുന്നിടത്തൊക്കെ അവസാനം താ ഉണ്ടാവും. അപ്പൊ അവസാനം ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതും തരും ഇതും തരും. ഇവിടെ എന്താ ചേർക്കേണ്ടതെന്നാ നോക്കണ്ട. അപ്പൊ ഇവിടെ താ ഉണ്ടോ നോക്കുക. ഇവിടെ താ ഉണ്ടെങ്കിൽ അന്തി കൊടുത്താൽ മതി. ട്രിക്ക് മനസ്സിലായോ? ഇവിടെ താ ഉണ്ടെങ്കിൽ അന്തി കൊടുക്കുക. ഇവിടെ താ ഉണ്ട്, അപ്പൊ അന്തി കൊടുക്കുക. ഇനി ഇവിടെ താ ഇല്ല, ഇവിടെ താ ഇല്ല, പിന്നെന്ത് നോക്കണം, ഇവിടെ ഒരാളാണ്, അപ്പൊ എന്ത് മനസ്സിലാക്കാം, അന്ത. പിന്നെ ഇവിടെ താ ഇല്ല, റജുലുൻ ഒരാളാണ്, അപ്പൊ അന്ത. യാ റബ്ബി അന്ത. മനസ്സിലായല്ലോ? ഇനി കുറെ ആളുകൾ ഉണ്ടാവുമ്പോൾ അന്തും ആണോ അന്തുന്നയാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അന്തും എന്ന് പറഞ്ഞാൽ കുറെ ആണുങ്ങളാണ്, അന്തുന്ന കുറെ പെണ്ണുങ്ങളാണ്. ഇനി ഇവിടെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് അന്തും എന്നാണ് കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഇപ്പുറമുള്ള വാക്കിൽ വാവും നൂനും കൂടി ഉണ്ടാവും. ഇതാ കണ്ടോ, അവസാനം ഒരു വാവും നൂനും. അവസാനം വാവും നൂനും വന്നാൽ ഇവിടെ അന്തും എന്നായിരിക്കും. കണ്ടോ, ഇവിടെ നോക്കൂ നിങ്ങൾ, അന്തുമാണ്, അപ്പോൾ ഇവിടെ അവസാനം വാവും നൂനും കണ്ടോ. ഇവിടെ അവസാനം വാവും നൂനും ഇല്ല, പക്ഷെ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒന്നുണ്ടാവും. ഇവിടെ വാവും നൂനും ഉണ്ടല്ലോ, യാ മുസ്ലിമൂന, അപ്പൊ ഇവിടെ അന്തും എന്നാണ്. ഇനി അന്തുന്നെ കൊടുക്കുന്നിടത്ത് അവസാനം അലിഫും താവും ഉണ്ടാവും. അലിഫും താവും നോക്കൂ നിങ്ങൾ, ഇവിടെ അലിഫും താവുണ്ട്, അപ്പൊ അന്തുന്നെയാണ്. ഇവിടെ അലിഫും താവുണ്ട്, അപ്പൊ അന്തുന്നെയാണ്. പിന്നെ ഇവിടെ അലിഫും താവുണ്ട്, അപ്പൊ അന്തുന്നെയാണ്. അപ്പൊ ട്രിക്ക് മനസ്സിലായോ? കുറേ പെണ്ണുങ്ങൾക്കാണ് നമ്മൾ അന്തുന്ന എന്ന് പറയുക. അപ്പൊ അവസാനം അലിഫും താവും ഉണ്ടെങ്കിൽ അവിടെ അന്തുന്ന കൊടുക്കുക. അവസാനം വാവും നൂനും ഉണ്ടെങ്കിൽ അന്തും കൊടുക്കുക. പിന്നെ അവസാനം ഒരു താവ് മാത്രമുള്ളെങ്കിൽ എന്ത് കൊടുക്കുക, അന്തി കൊടുക്കുക. അവസാനം താ ഒന്നുമില്ല എങ്കിൽ ഇവിടെ ഒരാൾക്ക് അർത്ഥമുള്ളതാണെങ്കിൽ അന്ത എന്നാ കൊടുക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ട്രിക്ക്. മനസ്സിലാവാത്തവർ കമന്റ് ചെയ്യുക കേട്ടോ. ഉമ്മമാര് കുട്ടികൾക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അന്ത ജാലിസുൻ, നീ ഇരിക്കുന്നവനാണ്. അന്തി ജാലിസത്തുൻ, നീ ഇരിക്കുന്നവളാണ്. കണ്ടോ, ഇവിടെ താവ് വന്നു, അപ്പൊ അന്തി കൊടുത്തു. കണ്ട അന്ത സാജിദുൻ, നിങ്ങൾ എന്താണ് സുജൂദ് ചെയ്യുന്നവരാണ്, നീ സുജൂദ് ചെയ്യുന്നവരാണ്. അന്തി സാജിദത്തുൻ, നീ ഒരു പെണ്ണ് സുജൂദ് ചെയ്യുന്നവളാണ്. അന്തും ജാലിസൂൻ, കണ്ടോ ഇവിടെ വാവുനൂന് കണ്ടോ, അപ്പൊ അന്തും കൊടുത്തു. നിങ്ങൾ ഇരിക്കുന്നവരാണ്. അന്തുന്ന ജാലിസാത്തുൻ, ഇവിടെ അലിഫും താവും കണ്ടോ, നിങ്ങൾ ഇരിക്കുന്നവരാണ്. അന്തും ഫായിസൂൻ, നിങ്ങൾ വിജയിച്ചവരാണ്. അന്തുന്ന ഫായിസാത്തുൻ, പെണ്ണുങ്ങൾ വിജയിച്ചവരാണ്. നമുക്ക് ഇവിടെ എങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ നോക്കാം. യാ വലതു സ്വദീഖി, ശ്രദ്ധിക്കണം. യാ വലതു സ്വദീഖി, ഇവിടെ താ ഉണ്ടോ, താ ഇല്ല. വലത് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയാണ്, അപ്പൊ ഏതാ കൊടുക്കേണ്ടത്, അന്ത. ആണാണെങ്കിൽ ഒരാളാണെങ്കിൽ അന്ത. സാജിദത്തുൻ ഉഖ്തി, അന്ത അന്തി, ഏതാ കൊടുക്കേണ്ടത്, ഇതാ ഇവിടെ താ ഉണ്ടല്ലോ, അപ്പൊ മനസ്സിലാക്കാൻ അന്തിയാണ്. എവിടെയെങ്കിലും താ ഉണ്ടോ നോക്കിയാൽ മതി. അടുത്ത യാ ഔലാദു ദാരിസൂന, ഇതാ ഞാൻ പറഞ്ഞ ട്രിക്ക്. അവസാനം വാവും നൂനും ഉണ്ട്, അപ്പൊ എന്ത് കൊടുക്കുക, അന്തും കൊടുക്കുക. യാ ബനാത്തു ദാരിസാത്തുൻ, അവസാനം അലിഫും താവുണ്ട്, അന്തുന്നെ കൊടുക്കണ്ട. കണ്ടോ, ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. യാ ഡാഷ് ഹൽ അന്ത ദാഹിബുൻ, യാ അൽ ഹൻ അന്ത ദാഹിബുൻ. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് വലതുൻ ബിന്തുൻ. വലതുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ബിന്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. അപ്പൊ ഇവിടെ വലതാണോ ബിന്താണോ കൊടുക്കേണ്ടത്, ഇവിടെ അന്തണ്ട്. അന്താകുമ്പോ ആൺകുട്ടിയല്ലേ, അപ്പൊ വലത്. യാ വലതു ഹൽ അന്ത ദാഹിബുൻ. ഇവിടെ അന്തുന്നെയാണ് അല്ലെ, അന്തുന്ന ജാലിസാത്തുൻ. അപ്പൊ ബനാത്താണോ ഔലാദാണോ, അന്തുന്ന വരുമ്പോ അലിഫും താവും അല്ലേ, അപ്പൊ ഇതെടുത്തോ, അലിഫും താവും ബനാത്തുൻ. അപ്പൊ യാ ബനാത്തു അന്തുന്ന. അപ്പൊ ഈ പാഠം പഠിച്ചു കഴിഞ്ഞു. അന്ത, അന്തി, അന്തും, അന്തുന്ന. ഇനിയും ഈ പാഠം മനസ്സിലാവാത്തൊരു കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും